Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ടിവിയെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഒരു അടിപൊളി ടിവിയാണ് ഫ്രണ്ട്സ്. ഒരു നല്ല പ്രൈസിൽ, അതും വലിയ ടോപ്പ് ബ്രാൻഡ്സിനടുത്തുനിന്നാണ് സാംസങ് ഒരു പുതിയ ടിവി ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു നല്ലൊരു ടിവി ഫ്ലാഷ് സെയിലിട്ടായിരുന്നു. ഞാൻ ആ ടിവി മേടിച്ചായിരുന്നു. ഞാൻ ടിവി മേടിച്ച് ഒരു മാസം ഞാൻ ചെക്ക് ചെയ്താനുള്ള, ഗെയിം കളിക്കാനുള്ള എല്ലാം ചെയ്തു. സൗണ്ട് ക്വാളിറ്റി, ഡിസ്പ്ലേ ക്വാളിറ്റി, പിന്നെ ടിവിയിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ആഫ്റ്റർ 1 month റിവ്യൂ ആണ്. നമ്മൾ ആൾറെഡി അൺബോക്സിംഗ് വീഡിയോ, ഇൻസ്റ്റലേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ മേലെ കാണിലും തരാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം. പോയി അൺബോക്സിംഗും ഇൻസ്റ്റാളേഷനും കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ അവിടെ പോയി ആ വീഡിയോയിൽ ഫുള്ള് സെറ്റ് ആകും. ഓക്കെ, നമ്മളപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. ഞാൻ ഇപ്പോൾ ടി വി പവർ ബട്ടണിൽ കൈവച്ചു. ജസ്റ്റ് 1 സെക്കൻഡിൽ നമ്മുടെ ടി വി നമുക്ക് യൂസ് ചെയ്യാൻ ആണായി. വിത്തിൻ 1 സെക്കൻഡിൽ നമുക്ക് യൂസ് ചെയ്യാം ടി വിയെ. നമ്മൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 8-10 മിനിറ്റ് ബൂട്ടപ്പ് ആവും. ആൻഡ്രോയിഡ് ബൂട്ടപ്പ് ആയി വരുന്നതന്നെ അത് ഭയങ്കര സ്ലോ ആയിരിക്കും, ഹാങ് ആയിരിക്കും. ബട്ട് സാംസങ്ങിൻ്റെ ഓൺ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അതൊന്നുമില്ല. നമുക്ക് ഏതൊരു സ്മാർട്ട് ടി വി ആണെങ്കിലും അതിൻ്റെ നെറ്റാണ് അതിൻ്റെ പ്രധാനം. നമ്മുടെ നെറ്റ് കണക്ട് ചെയ്താലേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ടാറ്റാ സ്കൈയോ സൺ ഡയറക്റ്റോ എടുത്തിട്ട് നമ്മൾ ടി വി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ സ്മാർട്ട് ടി വി ആയതുകൊണ്ട് നമുക്ക് നെറ്റ് കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈൽ ഹോട്ട്സ്പോട്ടോട് കണക്ട് ചെയ്യാം, അത്ര മതി ഫ്രണ്ട്സ്. ഏകദേശം ഒരു 500 KB കിട്ടുന്ന നെറ്റ് മതി ടി വിക്ക്. അത്രയ്ക്ക് കൂടുതലൊന്നും ടി വി എടുക്കില്ല. എന്നിട്ട് ടി വിയുടെ ഇൻ്റർഫേസ് എന്ന് പറയാം. നമുക്കിപ്പോൾ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ്. നമുക്ക് സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവർക്കും സൗണ്ടാണ് അധികം ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ സൗണ്ട് ഭയങ്കര വേണം. ഇപ്പോൾ 20 വാട്ട് സ്പീക്കർ ഈ ടി വിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പീക്കറാണ്. ഡാൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നത്. ഡാൾബി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 സ്പീക്കർ നമ്മൾ ചുറ്റിയിരിക്കുന്ന സറൗണ്ടിങ് സ്പീക്കർ ഉള്ളതുപോലെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് തരും. ഇത് MI ടി വിയിലുള്ള പാച്ച് വാൾ പോലത്തുള്ള ഒരു സംഭവമാണ്. ഇത് സാംസങ്ങിൻ്റെ കസ്റ്റമൈസ്ഡ് UI ആണ്, ടൈസൺ UI. നമുക്ക് കൂടുതൽ സെർച്ച് ചെയ്യാത്ത എല്ലാം അവർ തന്നെ മുന്നിൽ തന്നെ തരും. നമുക്ക് സൗണ്ട് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ്. വാ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് NCSലിருந்து ഒരു നോൺ കോപ്പറേറ്റഡ് സൗണ്ട് മ്യൂസിക്കാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം നമുക്ക് കേൾക്കാം. അടിപൊളി ടി വിയാണ്, അടിപൊളി സൗണ്ടാണ്. 20 വാട്ട് സ്പീക്കർ നല്ലോണം പ്രതീക്ഷിക്കുന്ന ലെവലിൽ സൗണ്ട് കിട്ടുന്നത്. നിങ്ങൾ കേൾക്ക് ഫ്രണ്ട്സ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാരി നിങ്ങൾ കേൾക്ക്. എല്ലാവർക്കും സൗണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ വീഡിയോ ക്വാളിറ്റി കാണാൻ പോവാം. കോസ്റ്റാരിക്ക, ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും കാണുന്ന വീഡിയോ. എല്ലാ യൂട്യൂബ്സും ഉപയോഗിക്കുന്ന വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഇത് HD ഡിസ്പ്ലേ ആണ്. നമുക്ക് യൂട്യൂബിൽ നമുക്ക് കൂടുതൽ 180p വരയ്ക്കും, ഫുൾ HD വരയ്ക്കും സ്ട്രീം ചെയ്ത് നോക്കാം. എത്ര അടിപൊളി ഡിസ്പ്ലേ ആണല്ലോ. ഫുൾ ഡീറ്റെയിൽ ഡിസ്പ്ലേ. ഞാൻ നിങ്ങൾക്ക് ക്വാളിറ്റി കാണിച്ചു തരാൻ വിശ്വസിച്ചില്ലെങ്കിൽ ക്വാളിറ്റിയിൽ പോയിട്ട് സൂമൊക്കെ 180p ആണ് ഇപ്പോൾ നമ്മൾ സ്ട്രീം ചെയ്യുന്നത്. നമ്മൾ ഫുൾ HD സ്ട്രീം ചെയ്യാം. നമുക്ക് 720p ഡിസ്പ്ലേ ആണെങ്കിലും യൂട്യൂബിൽ അപ് ടു 180p ചെയ്യാം, 180p. ഇപ്പം നമുക്ക് നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അണ്ടർ വാട്ടർ ക്രിയേഷൻ എന്നിട്ട്. നമ്മൾ അണ്ടർ വാട്ടർ ക്രിയേഷനൊക്കെ കാണാൻ നല്ല രസമാണ് ഫ്രണ്ട്സ്. നമ്മുടെ ചാനലിൽ തന്നെ ഉള്ള ഒരു വീഡിയോ നമ്മളിട്ടതുകൊണ്ട് ചിലപ്പോൾ അത് അത്ര 4K ക്വാളിറ്റി ഇല്ലെങ്കിലും ഇത് എങ്ങനെ അപ്സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നത് കാണാം. ഇത് നമ്മുടെ ചാനലാണ്, നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അണ്ടർ വാട്ടർ ക്രിയേഷൻ. ഇതുവരെ നമ്മുടെ അണ്ടർ വാട്ടർ ക്രിയേഷൻ നമ്മളെപ്പോലും ഒരാളും വീഡിയോ ഇട്ടിട്ടില്ല. ഭയങ്കര അടിപൊളി കളക്ഷൻസ് ആണ് വീഡിയോ ഒക്കെ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു ഫ്രണ്ട്സ്. എത്ര സൂപ്പർ ഡിസ്പ്ലേ ആണെന്ന് നോക്ക്.
നമ്മളിട്ട വീഡിയോ സാധാരണ വീഡിയോ ആണെങ്കിലും സാധാരണ ക്യാമറ എടുത്താണെങ്കിലും അവരെങ്ങനെ നമുക്ക് നല്ല അപ്സ്കെയിലിംഗ് അൽഗോരിതം അപ്സ്കെയിലിംഗ് എന്ന് പറഞ്ഞ സാധാരണ തരത്തിലുള്ള വീഡിയോയും നമുക്ക് നല്ല ഒരു തരത്തിലെടുത്താണ് വരുന്നത്. അതാണ് അപ്സ്കെയിലിംഗ് വ്യൂ. സൂപ്പർ കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പഞ്ചി കളേഴ്സാണ്. സാംസങ് അമേസിങ് ബിൽഡ് ക്വാളിറ്റിയാണ്. സാംസങ് ഡിസ്പ്ലേയിൽ ഒരിക്കലും കോംപ്രമൈസ്ഡ് ഇല്ല. നമ്മൾ വേറെ ഒരു ചാനലുണ്ട് പ്രത്യേകം നമ്മൾ റിലാക്സേഷൻ മ്യൂസിക്കും പിന്നെ റിലാക്സേഷൻ സൗണ്ട്സ് പിന്നെ ഉറക്കം വരാത്ത സമയങ്ങളിൽ അതൊക്കെ കേട്ടിട്ട് ഉറങ്ങാനായിട്ട് ഒരു സംഭവമുണ്ട്. 4K വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന സംഭവം. ഇതാണ് വീഡിയോ ചാനലും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സ്. നമ്മുടെ മറ്റേ ചാനലാണ്, അടിപൊളി ചാനലാണ്. നമ്മൾ തുടർന്ന് വീഡിയോ ഇടുക. ഇതിൽ നിങ്ങളെ കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ട്സ്, നമ്മുടെ കേരളത്ത് പോലുള്ള ഒരു നാടാണ്. എത്ര 60 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു പെർഫോമൻസ് കിട്ടുന്ന ടി വിയാണ്. ടി വി ഉറപ്പായിട്ട് മേടിക്കാം ഫ്രണ്ട്സ്. മറ്റേ ചൈന ടി വിക്ക് ഒരിക്കലും പോകരുത്. OnePlus ആയിരിക്കട്ടെ, MI ആയിരിക്കട്ടെ, ചിലപ്പോൾ OnePlus നിങ്ങൾ ഇങ്ങനെ പറയും. എന്നാലും സാംസങ്, സോണി, LG ഇവരൊക്കെ ടി വി മറിയുള്ള വലിയ ആളുകളാണ് ഫ്രണ്ട്സ്. ഇനി ഒരു പ്രത്യേകമുണ്ട്, ഈ ടി വിയിൽ ഇൻബിൽഡ് അലക്സ ഉണ്ട്. അലക്സയോട് ചോദിക്കാം. Alexa, what's the weather today? Currently, in Tuticorin, Tamil Nadu, it's 36 degrees Celsius. Alexa, what is in my cart? Looks like your basket is empty. To add items, you can say things like, add batteries to my basket or add dog food to my basket. Alexa, stop. അപ്പോൾ ഇനി നമ്മുടെ ഈ ടി വിയിൽ ന്യൂ ഒരു ടി വി ഉണ്ട്. ഈ ടി വി മാത്രമായിട്ട് ഉപയോഗിക്കാറില്ല, നമുക്കിത് മ്യൂസിക് ഇഷ്ടമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവർ ഇതിൽ ട്യൂൺ സ്റ്റേഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഒരു 15 തരത്തിൽ മാറ്റാം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നാണ്. ഞാനിപ്പോൾ നമ്മുടെ സുശാന്ത് സിംഗ് സാറുടെ ദിൽ ബച്ചാര മൂവിയിൽ നിന്ന് ഒരു പാട്ട് ഇടാം. ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതായിട്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് സാരി. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതും കൂടി ഓപ്പൺ ആക്കി കാണിച്ചത്. ഇതൊക്കെ എല്ലാ ലാംഗ്വേജിലും മലയാളം പാട്ടിലും കേൾക്കാം. ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഫസ്റ്റ് ഹിന്ദി വന്നു. ഇപ്പോൾ നമുക്ക് അടുത്ത രീതിയിലേക്ക് പോകാം. നെറ്റ്ഫ്ലിക്സ് ആണ് ഫ്രണ്ട്സ്. നമ്മുടെ ഈ ലോക്ക്ഡൗണിൽ എല്ലാവരും നെറ്റ്ഫ്ലിക്സ് ആയി പോയി. എല്ലാവരും OTT പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ്, അമേസോൺ പ്രൈം വീഡിയോ, ZEE5 അങ്ങനെയായി എല്ലാവരും. നമ്മൾ അതിനു വേണ്ടിയാണ് സ്മാർട്ട് TV ഒക്കെ മേടിക്കുന്നത്. HD കണ്ടന്റ് സ്ട്രീം ചെയ്യാണ്. ഇത് നമുക്ക് ZEE5, നെറ്റ്ഫ്ലിക്സ്, അമേസോൺ പ്രൈം വീഡിയോ, യൂട്യൂബ് ഇതുപോലത്തുള്ള 4 പ്ലാറ്റ്ഫോമുക്കും നമുക്ക് റിമോട്ടിൽ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് തന്നിട്ടുണ്ട്. ഈ റിമോട്ട് ഭയങ്കര സ്ലീക്ക് ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് റിമോട്ടാണ്. നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം ഫ്രണ്ട്സ്. ഇതിൽ സാംസങ് ബ്രൗസർ ഉണ്ട്, നമുക്കിതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. ഞാൻ അമേസോണിലൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. ഷോപ്പിംഗ് ചെയ്യുന്നപ്പം ഭയങ്കര വിർച്വൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഫ്ലിപ്കാർട്ട് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടും ഉപയോഗിക്കാം ഫ്രണ്ട്സ്. ഫ്ലിപ്കാർട്ട് വേണമെങ്കിൽ അങ്ങനെ സെർച്ച് ബാറിൽ പോയിട്ട് ഫ്ലിപ്കാർട്ടിന് അടിച്ചു കൊടുത്താൽ മതി. ഫ്ലിപ്കാർട്ട് അടിച്ചിട്ട് ഫ്ലിപ്കാർട്ട് വന്നു ഫ്രണ്ട്സ്. ഞാൻ എല്ലാ ലാഗിനും സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ ടി വിയിൽ ചെയ്യുന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ വായിസിൽ തന്നെ അലക്സയോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഓർഡർ ചെയ്ത് തരും. നമുക്ക് ഫുൾ ഹാൻഡ്സ് ഫ്രീ റിമോട്ടാണ്, ടി വിയാണ്. അടിപൊളിയല്ലേ? ഇപ്പം നമുക്ക് അമേസോൺ പ്രൈം വീഡിയോ കാണാം. അമേസോൺ പ്രൈം വീഡിയോ നമുക്ക് പൈസ കൊടുത്ത് കുറഞ്ഞ പൈസ 129 കൊടുത്താൽ മതി. നമുക്ക് എല്ലാം കാണാം. ഫുൾ HD ആണ്. പക്ഷെ നമുക്ക് നെറ്റ് വേണം. എന്നാലും അവർക്ക് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ഫ്രീ ആയി കാണാൻ പറ്റില്ല. നമുക്ക് നല്ല ഒരു രീതിയിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പടങ്ങളും എല്ലാം കാണാം അമേസോണിൽ. അമേസോൺ പ്രൈം വീഡിയോ ഉപയോഗിച്ചിട്ട് അമേസോൺ പ്രൈം വീഡിയോ ബെസ്റ്റാണ്. നമുക്കിതിൽ ആപ്പിൾ TV ഉണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഓരോവേള നിങ്ങൾ ആപ്പിൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് അല്ലാത്ത നിങ്ങൾ iOS യൂസർ ഉണ്ടെങ്കിൽ ആപ്പിൾ TV ഉണ്ട്. നിങ്ങൾ TV കണ്ടാൽ മനസ്സിലാവും. ഞാൻ TV 1 മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്, അൺബോക്സിങ് ഇൻസ്റ്റാളേഷൻ ഒക്കെ. അത് ഞാൻ മേലെ കാണിലും തരാമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പിൾ TV സ്മൂത്താണ്, ഭയങ്കര സ്മൂത്താണ്. ഇപ്പോൾ നമുക്ക് ടി വിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കിതിൽ CPU ഒന്നും ഇല്ലാത്ത റിമോട്ട് ആക്സസിന് ഒരു സംഭവം വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടി വി കമ്പ്യൂട്ടർ ആക്കാം ഫ്രണ്ട്സ്. കമ്പ്യൂട്ടറിൽ നമ്മൾ Excel ഇപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസാണ്. നമുക്കൊരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മതി. നമുക്ക് MS-ലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കാം, ഉപയോഗിക്കാം. Excel, Outlook എല്ലാം. ഇതിന് ടി വിയുടെ ജസ്റ്റ് എല്ലാം നിങ്ങൾ കാണിച്ചെന്ന് വിശ്വസിക്കുന്നത്. ഇനിയും എന്തൊക്കെയുണ്ട് അത്രയൊന്നും അല്ല. നല്ല കഴിഞ്ഞ് ഈ ടി വി നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ ചോദിച്ചാൽ ബ്ലൂടൂത്ത് നമുക്ക് 2-way ബ്ലൂടൂത്ത് സപ്പോർട്ടാണ്. ഒന്ന് റിമോട്ടൊക്കെ, മറ്റേത് നമ്മുടെ ഹെഡ്ഫോണിലും കേൾക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് അത് കണക്ട് അടിക്കാം. നമുക്ക് കളേഴ്സ് 4 രീതിയിൽ കളറുണ്ട്. ഡൈനാമിക്, മൂവി കളർ, പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്യാം നമുക്ക്. പിന്നെ നമുക്ക് ഗെയിമിങ് കൺസർ മോഡും ഉണ്ട്. ഗെയിം കളിക്കുന്നപ്പോൾ പ്രത്യേക മോഡാണ്, നല്ല റിഫ്രഷിങ് റേറ്റ് കിട്ടും. ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ ടി വിയുടെ ഓവർവ്യൂ.
നമുക്ക് ടി വിയുടെ ബാക്ക് വ്യൂ കാണാം. ബാക്കിൽ നല്ല രീതിയിൽ സാംസങ് ഒരു സൂപ്പർ ഫൈബർ ABS പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് കാണുന്നെങ്കിൽ നമുക്ക് 4-5 പഴയ TV DVD ഒക്കെ കണക്ട് ചെയ്യാനോ അല്ല സെറ്റാപ്പ് ബോക്സ് കണക്ട് ചെയ്യാനോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏരിയൽ പോർട്ടൊക്കെ ഉണ്ട്, നമുക്ക് TV കണക്ട് ചെയ്യാൻ. ഇപ്പോൾ സൈഡ് വന്നു കഴിഞ്ഞാൽ 2 HDMI പോർട്ടും 1 USB പോർട്ടും ഉണ്ട്. 1 USB കൊണ്ട് നമുക്ക് പാട്ടോ പടമോ ഒക്കെ കാണാവുന്ന 2 HDMI കൊണ്ട് സെറ്റാപ്പ് ബോക്സ്, പിന്നെ ഗെയിമിംഗ് കൺസോൾസോ. ഞാനിപ്പോൾ V-Guard സ്റ്റെബിലൈസർ ഉപയോഗിക്കുവാൻ. V-Guard സ്റ്റെബിലൈസറിൽ നിന്ന് നമുക്ക് എല്ലാ സ്റ്റെബിലൈസർ ഉപയോഗിക്കാം, പക്ഷേ V-Guard നല്ലതാണ്. ടിവിക്ക് അത്യാവശ്യം സ്റ്റെബിലൈസർ ഉപയോഗിക്ക്. ഈ TV നല്ല സ്റ്റൈൽ ഡിസൈനിലാണ് വരുന്നത്, കണ്ടല്ലേ? നല്ല ABS പ്ലാസ്റ്റിക് പടം, ഒറ്റ സ്ക്രൂ ഇല്ലാത്ത. ആ 4 സ്ക്രൂ ഞാൻ വാൾ മൗണ്ട് ചെയ്തായിരുന്നു. ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് എടുത്ത് ടേബിൾ മൗണ്ട് ചെയ്തതാണ്. കണക്ടിവിറ്റി പോർട്ട്സ് അത്ര ഉള്ളൂ. നമുക്ക് ഒരു ഇൻ്റർനെറ്റ് TV ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഏരിയൽ പോർട്ടിൽ കുത്തിവയ്ക്കാം. ഇത്ര ഉള്ളു ഫ്രണ്ട്സ്. സാംസങ് നടത്തുന്ന ഒരു അടിപൊളി TV ആണ്. സാംസങ് ആണ് ഫ്രണ്ട്സ്, ടോപ്പ് ബ്രാൻഡാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ഡൗട്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി ചോദിക്കും, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു TV മേടിച്ചെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ സാംസങ് കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് നിങ്ങളുടെ ടിവിയിൽ രജിസ്റ്റർ ചെയ്താലേ അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവർ വാൾ മൗണ്ടും പിന്നെ ഇൻസ്റ്റലേഷൻ ഡെമോ ഒക്കെ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഫ്രണ്ട്സ്, മറക്കാതെ നിങ്ങൾ അവരുടെ സാംസങ്ങിന്റെ കസ്റ്റമർ കെയർ സർവീസ് നമ്പർ വഴി അവരെ വിളിച്ചിട്ട് നിങ്ങൾ ലോക്കൽ ഏരിയയിൽ നിന്ന് നിങ്ങൾ ഒരാൾ വിളിക്കും. അവരാണ് ആ എഞ്ചിനീയറാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാ ഡെമോ ഒക്കെ ചെയ്യുന്നത്. അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അൺബോക്സിംഗ് ചെയ്യും, എങ്ങനെ അവർ നമ്മുടെ വീട്ടിൽ വന്ന് ഡ്രിൽ ചെയ്തിട്ട് ഏതൊക്കെ ചെയ്തു തരുമെന്ന് അതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഈ TV മേടിക്കണമെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ അതുകൂടി മേടിച്ചാൽ നിങ്ങൾ ഭയങ്കര ഓഫേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ്. ഒരു 1000 രൂപ ഒരു ഓഫേഴ്സ് ഉണ്ട്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട്സ്. ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലത്തുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അടുത്തടുത്ത് വേണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കാണ് ഹിറ്റാക്ക്. താങ്ക് യു ഫ്രണ്ട്സ്.